ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗ് നാളെ തുടങ്ങും. ആര് വിജയിക്കും? ടോപ്പ് 5-ൽ വരാനുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്താണ്? എന്റെ അവസാന പ്രഡിക്ഷൻ ആരൊക്കെ ആയിരിക്കും ടോപ്പ് 5-ൽ ബൈ പൊസിഷനിൽ വരുന്നത്? ഗ്രാൻഡ് ഫിനാലയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്ഡേറ്റുകൾ ഒന്നും ഇല്ലാതിരിക്കുകയാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജനറലി പറയാനുണ്ട്. വോട്ടിങ്ങുകളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് എന്തെങ്കിലും തിരിമറികളുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളികൾ നടക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോ ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോ നാളെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് ആണ്. പകുതി ഷൂട്ടിംഗ് ആണ് എന്ന് വെച്ചാൽ എല്ലാ ബിഗ് ബോസുകളിലും നടക്കുന്ന സംഭവം തന്നെയാണ്. മറ്റന്നാളാണ് നമ്മുടെ കറക്റ്റുള്ള ഈ പറയുന്ന വീട്ടിൽ നിന്നും ടോപ്പ് 5-നെ 4-നെ 3-യൊക്കെ എവിക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. നാളെ ഈ പറയുന്ന പോലെ ഡാൻസ് പെർഫോമൻസുകൾ, എക്സ് കണ്ടസ്റ്റൻസിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പെർഫോമൻസുകൾ, ഇതൊക്കെയാണ് സാധാരണ ഷൂട്ട് ചെയ്യാറുള്ളത്. ലാലേട്ടൻ വരുന്നു, കുറച്ച് ഇൻട്രോ സീൻസ് ഒക്കെ എടുക്കുന്നു. മറ്റന്നാളത്തേക്കുള്ള എന്താ പറയുക, ഇനി 4 മണിക്കൂർ, ഇനി 3 മണിക്കൂർ, ആരായിരിക്കും വിജയ് എന്നൊക്കെ സ്റ്റേജിൽ നിന്ന് ചോദിക്കുന്ന കുറേ സാധനങ്ങൾ, പെർഫോമൻസ്, സ്കിറ്റ്, ഇതെല്ലാം നാളെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. എന്നിട്ട് മറ്റന്നാളെ എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കാം. മറ്റന്നാളാണ് എന്ത് ചെയ്യുന്നത്, ടോപ്പ് 5-നെ എവിക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു, 4-നെ എവിക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഏതാണ്ട് ഒരു 5 മണി 6 മണി, വൈകുന്നേരം 5 മണി 6 മണി ആകുമ്പോഴത്തേക്കും വിന്നറിനെ വിന്നറിനെ അനൗൺസ് ചെയ്ത് കഴിയും. നമ്മൾ കാണുമ്പോൾ രാത്രി 10:30 ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഷൂട്ടിംഗ് ഒക്കെ കഴിയും. സാധാരണ അങ്ങനെയാണ് ബിഗ് ബോസുകളിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം മറ്റന്നാൾ തന്നെയാണ് വീട്ടിൽ നിന്ന് ആൾക്കാർ എവിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ പേര് യോഗ്യന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെയും ഫ്രൈഡേ ആയിരുന്നല്ലോ ഷൂട്ട്. അപ്പൊ ഇനിയും ഫ്രൈഡേ ആയിരിക്കും. ഇനി ഫ്രൈഡേ ഒന്നുമല്ല, സൺഡേ തന്നെയാണ് ഷൂട്ട് വരുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നാളെ രാത്രി 12 മണി വരെയും വോട്ടിംഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ മറന്നു പോകരുത് വോട്ടിംഗ് ചെയ്യാനായിട്ട്. ഇനി വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ ആദില എവിക്ഷൻ ആയ സമയത്ത് ക്ലോസ് ചെയ്തതാണ്. വീണ്ടും വോട്ടുകൾ തിരിമറി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന സംഭവം നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യം നമുക്ക് 5 ദിവസം വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. മൺഡേ ടു ഫ്രൈഡേ വരെ വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഫ്രൈഡേ വീക്കെൻഡ് ആയപ്പോൾ മുതൽ 4 ദിവസം വോട്ടിംഗ് ആക്കി. പക്ഷെ ആദ്യത്തെ ഒരാഴ്ച അവർ വീണ്ടും അത് മാറ്റാൻ മറന്നുപോയിട്ട് പിന്നീടാണ് വോട്ടിംഗ് പെട്ടെന്ന് പിടിച്ച് ക്ലോസ് ആക്കിയത്. ഓർമ്മയുണ്ടോ? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ 4 ദിവസത്തെ വോട്ടിംഗ് സൈക്കിൾ ആയിരുന്നല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ വ്യാഴാഴ്ചയല്ലേ, അപ്പൊ ഇന്നലെ രാത്രി വോട്ടിംഗ് ക്ലോസ് ആയത് കൊണ്ടാണ് വീണ്ടും എന്തെങ്കിലും ടെക്നിക്കൽ എറർ വന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ വേറെ വിഷയമൊന്നുമല്ല. വീണ്ടും ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട് വോട്ടിംഗ് ലൈൻസ്. ഇനി ടോപ്പ് 5 ആരൊക്കെ ആയിരിക്കും എന്നുള്ള എന്റെ പ്രഡിക്ഷൻ ആണ്. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ടോപ്പ് 5-നെ പ്രഡിക്റ്റ് ചെയ്യാം. ഞാനൊരു ഗീവ് അവേ വെച്ചിട്ടുണ്ട്. ആ ഗീവ് അവേയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾക്ക് ആകർഷകരമായ സമ്മാനങ്ങൾ കിട്ടുന്ന ഒരു ഗീവ് അവേ ആണ്. ആ ഗീവ് അവേ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുക. എല്ലാവരും കണ്ടിട്ട് അതിനകത്ത് പോയി ടോപ്പ് 5 കമന്റ് ചെയ്യുക. എന്റെ ടോപ്പ് 5 പ്രഡിക്ഷൻ ഞാൻ പറയുവാണ്. ഇപ്പോൾ ഓൾറെഡി 6 പേരേ ഉള്ളൂ. ബൈ പൊസിഷൻ വൈസ് ഇപ്പൊ നിൽക്കുന്ന എന്താ പറയാ കോണ്ടന്റ് അല്ലെങ്കിൽ വേ ഓഫ് പുറത്തു വരുന്ന രീതി അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഐ ഡോണ്ട് നോ അബൌട്ട് ദ വോട്ടുകൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ വോട്ടുകളെ പറ്റി എന്ത് ഐഡിയ എനിക്കില്ല. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഇപ്പൊ പുറത്ത് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന കോണ്ടന്റ് ബേസിൽ മാത്രമാണ് ഈ പറയുന്ന പൊസിഷൻ പറയുന്നത്. വിന്നർ അനുമോളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. റണ്ണറപ്പ് അനീഷ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3rd പൊസിഷൻ ഷാനവാസ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. 4th നൂറ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. 5th അക്ബർ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നെവിൻ ആയിരിക്കും ടോപ്പ് 6-ൽ എവിക്റ്റ് ആവാൻ പോകുന്നത്. ഇനിയിപ്പോൾ ലാലേട്ടൻ വരുമോ, കൈ പിടിച്ചിറക്കി കൊണ്ടുപോവോ, കണ്ടസ്റ്റൻസ് തിരിച്ചു പോകുമ്പോൾ അവരുടെ കൂടെ വിടുമോ, എന്ത് ഐഡിയയും ഇല്ല. പക്ഷേ ഞാൻ കരുതുന്നത് ഇതാണ്. ഇത് എൻ്റെ കരുതൽ മാത്രമാണ്. ഐ ഡോണ്ട് നോ അബൌട്ട് വോട്ടിംഗ് ആൻഡ് എന്താ പറയുക അവിടുത്തെ എന്തൊക്കെയാ പരിപാടീസ് എന്നൊന്നും അറിയില്ല. ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവിൽ കോണ്ടന്റ് പുറത്തു വരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ തന്നെ വരാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ടോപ്പ് 5-നെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് ഗീവ് അവേ വീഡിയോയുടെ അടിയിലാണ്. എന്നാലും മാത്രമേ നിങ്ങൾക്ക് സമ്മാനം കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ഗീവ് അവേ വീഡിയോ ഫസ്റ്റ് പോയി കണ്ടു നോക്കുക. അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൾക്കാർ ഫോളോ പോലും ചെയ്യാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭയങ്കര ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടി. കാരണം എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞ പോലെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്
ചെയ്യാനുള്ള പരിപാടീസ് ഞാൻ പറയുന്നില്ല, അത് മൊത്തം ഫോളോ അപ്പ് ചെയ്യാതെ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഞാനിങ്ങനെ എഴുതി വെക്കുന്നുണ്ട് ആരൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പം നിങ്ങളത് വളരെ കുറച്ച് പേരെ അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പോയി ട്രൈ ചെയ്ത് നോക്കുക. ഗീവ് അവേ ഉണ്ട്, നമ്മുടെ ചാനലിൽ നടത്തുന്ന ഫസ്റ്റ് ഗീവ് അവേ ആണ്. അപ്പോൾ അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഗ്രാൻഡ് ഫിനാലയുടെ അപ്ഡേറ്റുകൾ. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും അറിയുവാണെങ്കിൽ അറിയിക്കാം. ഇനി വേറെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.